ഹായ്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ ആ ചെംസ്ഫോർഡ് എന്ന് പറയുന്ന വൈസ്രോയെ കുറിച്ച് പറയാറുന്നല്ലോ. 1919 മൊണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരം പറഞ്ഞു. 1919 റൗലറ്റ് ആക്ടും അതിനെ തുടർന്നുണ്ടായ ജാലിയൻവാല ബാഗ് മാസക്കറും ഒക്കെ പറഞ്ഞു. ഇനി അദ്ദേഹത്തെക്കുറിച്ച് എന്തായാലും ഒരു ഫാക്ട് കൂടി പറയാം. 1920 നമ്മുടെ ഗാന്ധി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അതാരാ? ചെംസ്ഫോർഡാണ്. 1920 ഗാന്ധി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചുള്ള നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. ആ സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയി ആയിരുന്ന ആളാരാന്ന് വെച്ചാൽ ആരാണ്? ചെംസ്ഫോർഡാണ്. അത്രയോടെ പറയാം. ഇനി ഞാൻ അടുത്ത ആളിലേക്ക് വരാം. അപ്പോൾ 1916 മുതൽ 1921 വരെയാണ് ചെംസ്ഫോർഡ് ഇന്ത്യയിലെ വൈസ്രോയി ആയിരുന്ന ആള് എങ്കിൽ ഗാന്ധി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കുമ്പോൾ വൈസ്രോയി ആരല്ല? ചെംസ്ഫോർഡ് അല്ല. കാരണം ഗാന്ധി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചത് 1922 1922 ഫെബ്രുവരി 5. ഇന്നത്തെ ഉത്തർപ്രദേശ് അക്കാലത്ത് അറിയപ്പെട്ടത് യുണൈറ്റഡ് പ്രൊവിൻസ് എന്നാണ്. യുണൈറ്റഡ് പ്രൊവിൻസിലെ ചൗരി ചൗര എന്ന് പറയുന്ന ഗ്രാമത്തിൽ 22 പോലീസുകാർ ഒരു പോലീസ് സ്റ്റേഷൻ കത്തിച്ചു. 22 പേരും അവിടെ വെന്തു മരിച്ചു. ആ സംഭവമാണ് ചൗരി ചൗര സംഭവം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ 1922 ഫെബ്രുവരി 5 ഉണ്ടായ ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചു. അപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? അത് റീഡിങ് എന്ന് പറയുന്ന ആളാണ്. റീഡിങ് ജൂത വൈസ്രോയി എന്നറിയപ്പെടുന്ന ആളാണ് റീഡിങ്. കാരണം ഇന്ത്യയിലേക്ക് വന്ന ഏക ജൂതൻ റീഡിങ് ആണ്. പിന്നെ റീഡിങ്ങിന്റെ കാലം ദുരന്തങ്ങളുടെ ഒരു കാലഘട്ടമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ 1921 കേരള ചരിത്രം പഠിക്കുമ്പോൾ മലബാർ ലഹള നടക്കുന്നു. മാപ്പിള ലഹള എന്നറിയപ്പെടുന്നത് മലബാർ ലഹള. അപ്പോൾ ആ ലഹള നടക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരാ? റീഡിങ് ആണ്. ഇനി അതിനെ തുടർന്നുണ്ടായല്ലോ ഏതൊരു ദുരന്തം, വാഗൻ ട്രാജഡി നടക്കുന്ന സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയി ആരാ? അതും റീഡിങ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റീഡിങ്ങിനെ കുറിച്ച് പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ. കാരണം റീഡിങ് 1921 വന്നിട്ട് 1926 വരെ ഇന്ത്യയിലെ വൈസ്രോയി ആയിരുന്ന ആളാണ് റീഡിങ്. ഇനി പറയാവുന്നുള്ളത് ദുരന്തമല്ലേ പറഞ്ഞു ഞാൻ. ഇനി ഒരു സന്തോഷ വാർത്ത പറയാം. എന്താന്നല്ലേ, ഞങ്ങൾ നെയ്യാറ്റിൻകരയിൽ ബിജൂസ് PSCയുടെ ക്ലാസ് ആരംഭിച്ചിട്ട് ഈ വരുന്ന 8-ാം തീയതി സെപ്റ്റംബർ 8-ന് 1 വർഷം തികയാണ്. 1-ാം വാർഷികം നമ്മൾ ആഘോഷിക്കുകയാണ്. അപ്പോൾ അതൊരു വലിയ സന്തോഷം അല്ലേ. ഒപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നെയ്യാറ്റിൻകര ബിജൂസ് PSCയുടെയും എൻ്റെയും എന്താണ് ഓണാശംസകൾ. കാരണം ഓണം എത്തിയല്ലോ. അപ്പോൾ നമുക്ക് ഓണം അടിച്ചു പൊളിക്കണം, അങ്ങനെയല്ലേ?